വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്ക് ബീഫ് പള്ളിക്കറി ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് പള്ളികളിൽ നിന്നൊക്കെ ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ ബീഫ് കറിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തേങ്ങാച്ചോറ്, ചിലയിടങ്ങളിൽ നെയ്ച്ചോറ്, ബിരിഞ്ചി അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ബീഫിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 വലിയ ഉള്ളി, 2 എണ്ണമാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴണ്ടി കിട്ടിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും അരക്കണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. രണ്ടും ഓരോ ടേബിൾ സ്പൂണ്, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ 2 വലിയ ഉള്ളിക്ക് ഒരു 4 തക്കാളി വേണം കേട്ടോ. വലിയ ഉള്ളി എത്ര എണ്ണാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതല്ല നോർമൽ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് വീണ്ടും ആ മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടിക്കോട്ടെ. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫ്, ഞാനിവിടെ 1 കിലോ ബീഫ് തൊട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസാണ് പറഞ്ഞതൊക്കെ. ഇനി 2 കിലോനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതൊക്കെ ഇരട്ടി എടുത്താൽ മതി. ഇപ്പോൾ 2 ഉള്ളി എടുത്ത സ്ഥലത്ത് 4 ഉള്ളി അങ്ങനെ. പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഓൾറെഡി ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്ന കാരണം വെള്ളം കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തി കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. നമ്മുടെ ബീഫൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ വെന്ത് പോകരുത്, കാരണം ഇനിയും പ്രോസസ്സ് ഉണ്ട്. നമ്മൾ വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, പട്ടയുടെ ഇല, അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെരുംജീരകം എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഈ വേവിച്ച് വെച്ച ബീഫും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ബീഫ് വറ്റിയിട്ട് ഒരു ഡ്രൈ പോലെ ആവുള്ളൂ. വല്ലാണ്ട് ഡ്രൈ ആവണ്ട, ഒരു വറ്റിച്ച പോലെ. അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് റെഡിയായി വരുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിടാറില്ല, ഇവിടെ ഓൾറെഡി നമ്മൾ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടില്ലേ, അപ്പോൾ അത് മാത്രം മതി. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഇതേ കണ്ടില്ലേ, നല്ല ബീഫ് പള്ളിക്കറി റെഡി. ഇത് നല്ല ചൂടുള്ള തേങ്ങാച്ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും പള്ളിക്കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നൊരു ഐറ്റം ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റെസിപ്പീസൊക്കെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.